എല്ലാവർക്കും നമസ്കാരം. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അവസാന ദിവസമായ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്ന ഈ വേദിയിൽ പാനൽ ഡിസ്കഷൻ നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത് വയനാട് എഴുത്തും ദേശവും എന്നുള്ളതാണ്. ആദ്യമായി ഇങ്ങനെ ഒരു വേദിയിൽ ഈ വലിയ എഴുത്തുകാരുടെ കൂടെ ഇരിക്കാൻ അവസരം കിട്ടിയപ്പോൾ വൻ തോക്കുകളുടെ ഇടയിൽ പെട്ട ഒരു കുഞ്ഞു പൊട്ടാസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ജീവിതത്തിലെ നിമിഷങ്ങളിലൊന്നായി ഞാൻ ഇതിനെ കരുതും തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കാര്യങ്ങൾ ആരംഭിക്കാം. ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ള ആരും ഇതിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് അത്രയും സുപരിചിതരായിട്ടുള്ള വയനാട്ടിലെ എഴുത്തുകാരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും. നമുക്ക് പല ആളുകളെയും ആളുകളുടെ പേരിനേക്കാൾ കൂടുതൽ അവരുടെ രചനകളുടെ പേരിലായിരിക്കും നമ്മൾ ഓർമ്മിക്കപ്പെടുക. കൂടെയുള്ളത് പ്രിയപ്പെട്ട ഹാരിസ് നെന്മേനി. മാജി എന്ന് പറയുമ്പോൾ നമുക്ക് ഹാരിസ് നെന്മേനി എന്ന് പറയുന്ന പേരിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ മാജിയാണ് നമുക്ക് ഓർമ്മ വരിക. മാമിനെ കുറിച്ച് പറയേണ്ടതില്ല. വല്ലി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാണ്. പിന്നെ ബാലൻ സാറ് ഒരുപാട് വർഷമായിട്ട് ബേസിക്കലി വയനാട്ടുകാരനല്ലെങ്കിൽ പോലും വയനാടിൻ്റെ ജീവതാളത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെയും അനവധി കൃതികൾ നമ്മുടെ ഓർമ്മകളിലുണ്ട്. ജോസ് പാഴൂക്കാരൻ ബേസിക്കലി വയനാട്ടുകാരനല്ലെങ്കിൽ പോലും വയനാടിൻ്റെ ആ താളം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. നിരവധി പുരസ്കാരങ്ങളെ കിട്ടിയ വയനാടിനെ അടയാളപ്പെടുത്തിയ എഴുത്തുകാർ കൂടെയാണ് നമ്മുടെ കൂടെയുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ വിഷയം വയനാട് എഴുത്തും ദേശവും എന്നുള്ളതാണ്. വയനാട് എന്ന് പറയുന്ന പേര് നമുക്ക് ആധികാരികമായിട്ടുള്ള ഒരു രേഖയുള്ളത്. യഥാർത്ഥത്തിൽ വയനാടിൻ്റെ പേര് മദ്രാസ് മാനുവൽ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് വയനാടിന് മായക്ഷേത്ര എന്നായിരുന്നു സംസ്കൃതത്തിൽ പറയുക എന്നുള്ളതാണ്. മായക്ഷേത്ര എന്ന് പറയുമ്പോൾ ആ മായക്ഷേത്ര എന്നുള്ളത് പിന്നീട് മായ നാടാവുകയും ആ മായനാട് വാമൊഴിയിൽ പിന്നീട് വയനാടാവുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക രേഖ പ്രകാരം നമുക്ക് വയനാടിൻ്റെ എറ്റിമോളജി പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം വയൽനാട്, ബയൽനാട്, വനനാട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിപ്രായങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഞെട്ടിപ്പോകുന്ന ചരിത്രമാണ് വയനാടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവിനും 3000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ സംഘമായി ജീവിച്ചതിൻ്റെ തെളിവുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മോഹൻജദാരോയിലെയും ബലൂചിസ്ഥാനിലെയും ഒക്കെ അവൈലബിൾ ആയിരുന്ന അവിടെയൊക്കെ ഖനനത്തിലൂടെ കണ്ടെടുത്ത മൺപാത്രങ്ങളോട് സാമ്യമുള്ള മൺപാത്രങ്ങൾ നമ്മുടെ വയനാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യജീവിതം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ 6000 വർഷത്തോളം പഴക്കമുള്ള ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് നമ്മുടെ ഇങ്ങനെ തുടർന്ന് പോരുന്നത് എന്നുള്ളതാണ്. ഈ ദേശം പിന്നീട് അനേകം സംഘകാലഘട്ടം മുതലുള്ള ചരിത്രം നമുക്ക് അവൈലബിൾ ആണ്. ഏഴിമല രാജവംശത്തിന് പിന്നീട് അനവധി രാജവംശങ്ങളിലൂടെ കടന്നു വന്ന് ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ. മൈസൂർ വോഡയർ രാജവംശം, മൈസൂർ സുൽത്താനേറ്റ്, കോട്ടയം രാജവംശം, അങ്ങനെ അനേകം രാജവംശങ്ങൾക്ക് കീഴിൽ, അനേകം സാമ്രാജ്യങ്ങൾക്ക് കീഴിൽ വയനാട് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിലേക്ക് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വയനാടിലേക്ക് എത്തിച്ചേർന്നത് 1980-ലാണ്. അന്ന് മുതലുള്ള വയനാടിൻ്റെ ചരിത്രം നമുക്ക് 1800-കളിൽ തന്നെ വയനാടിൻ്റെ ചരിത്രം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വയനാടിൻ്റെ ചരിത്രത്തെ ദേശത്തിൻ്റെ ചരിത്രമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ആ ദേശത്തിലേക്ക് എഴുത്തിനെ സന്നിവേശിപ്പിക്കുക എന്നുള്ള ഒരു കടമ നിർവഹിച്ച ആളുകളെക്കുറിച്ച് നമ്മളൊന്ന് അറിയുക എന്നുള്ളത് കൂടെയാണ് നമ്മുടെ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ നമുക്ക് 1-2 റെഫറൻസുകൾ ഉള്ളത് എസ്.കെ. പൊറ്റക്കാട് വിഷകന്യക, അദ്ദേഹം വയനാടിനെ വളരെ മനോഹരമായിട്ട് കാക്കനാടൻ്റെ ഒറോത, അതേപ്രകാരം നമ്മുടെ KJ ബേബി സാറിൻ്റെ മാവേലി മന്ത്രം, അത്തരത്തിൽ അനേകം കൃതികൾ, ആ ഒരു റാൻഡ്രയിൽ വരുന്ന അനേകം കൃതികളുണ്ട്. അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു രചന, ആധുനികതയെ എഴുത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് കൊണ്ടുവന്ന ഒരു രചനയായിരുന്നു വല്ലി എന്ന് പറയുന്നത്. നമ്മുടെ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്, വല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാമിനോടാണ് ആദ്യം നമ്മുടെ ഒരു ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നത്. മാമിന് തുടങ്ങാം. വയനാടൻ ജനതയ്ക്കുള്ള ഒരു പ്രാർത്ഥനയാണ് വല്ലി എന്ന് മാം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, വായിച്ചു. മാം, എങ്ങനെയാണ് വല്ലി വയനാടൻ ജനതയ്ക്കുള്ള ഒരു പ്രാർത്ഥനയായി മാറുന്നത്? എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വയനാടിൻ്റെ മുത്തലിബ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി.
വയനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ കുറച്ച് സമയമുള്ളൂ. നമുക്കിനി അരമണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ 4 പേരെ സംസാരിക്കണം. ഇപ്പോൾ 10 മിനിറ്റ് പോലും ഇല്ല. അതുകൊണ്ട് വളരെ ചുരുക്കി, വളരെ ചെറുതായിട്ട് പറയാം. വല്ലിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ 3 പേരെയാണ് നമ്മൾ അധികം കേൾക്കാനുള്ളത്, കേൾക്കേണ്ടതും. എനിക്ക് പലയിടങ്ങളിലും, ഇപ്പോൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഭൂട്ടാനിൽ വരെ പോയി വല്ലിയെക്കുറിച്ച്, നമ്മുടെ വയനാടിനെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച്, നമ്മുടെ 3-ാം തലമുറ കുടിയേറ്റക്കാരായ നമ്മുടെ പിൻതലമുറക്കാർ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച്, നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ ഇവിടുത്തെ ആദിമവാസികളെക്കുറിച്ചെല്ലാം പറയാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭാഗ്യം ഇവിടെ എൻ്റെ ഒപ്പമുള്ള പലർക്കും ലഭിച്ചിട്ടില്ല. അവരധികം സംസാരിക്കട്ടെ. കാരണം നമുക്കറിയാം, ഈ വയനാടിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് സിയാച്ചിൽ മൂപ്പൻ്റെ വാക്കുകളാണ്. ഈ ഭൂമി ഞങ്ങളുടെ ഭാഗവും ഞങ്ങൾ ഭൂമിയുടെ ഭാഗവുമാണ്. ഈ നദികളിലൂടെ തിളങ്ങി ഒഴുകുന്ന ജലം ഞങ്ങളുടെ പൂർവികരുടെ രക്തമാണ്, ഞങ്ങളുടെ പൂർവികരുടെ വിയർപ്പാണ്. വയനാട്ടിലെ ആദിമവാസികൾക്കും അല്ലെങ്കിൽ വയനാട്ടിലെ കുടിയേറ്റ കർഷകർക്കും ഒരുപോലെ പറയാൻ കഴിയുന്ന വാചകങ്ങളാണ് അതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കേരളത്തിലെ വേറെ ഏത് പ്രദേശത്ത് വെച്ച് നോക്കിയാലും വയനാടിനുള്ളൊരു വ്യത്യാസം അതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കുടിയേറ്റ കർഷകൻ്റെ കുടുംബത്തിൽ ജനിച്ച എനിക്ക് കുടിയേറ്റ കഥകൾ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന എനിക്ക് ആ കുടിയേറ്റ കഥകളും കുടിയേറ്റ പോരാട്ടങ്ങളും രേഖപ്പെടുത്താനുള്ള ഒരു ചാലകമായിരുന്നു വല്ലി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ നോവൽ. പക്ഷേ അതോടൊപ്പം നമ്മൾ കുടിയേറ്റക്കാരെക്കുറിച്ച് എപ്പോഴും പറയുന്ന പരാതി എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ആദിമവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയൊടിച്ചത് കുടിയേറ്റക്കാരാണ്, ഇവിടുത്തെ പ്രകൃതിയെ മുഴുവൻ നശിപ്പിച്ചത് കുടിയേറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നറേറ്റീവ്സാണ് എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നമുക്കറിയാം, സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി പട്ടിണിക്കാലത്ത് ഇങ്ങോട്ട് കയറി വന്ന കുടിയേറ്റക്കാർ കുറച്ച് കാടൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ഈ ആധുനിക കാലത്ത് വന്നപ്പം റിസോർട്ട് മാഫിയ അടക്കം അല്ലെങ്കിൽ ക്വാറി മാഫിയ അടക്കം നടത്തുന്ന വൻകിട കയ്യേറ്റങ്ങൾ, അതായത് ഭരണകൂടങ്ങളുടെ മൗന അനുവാദത്തോടെ നടത്തുന്ന വൻകിട കയ്യേറ്റങ്ങൾ നമ്മുടെ പ്രകൃതി എത്രമാത്രം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പത്തിൽ കണ്ട വയനാടും വയനാടിൻ്റെ, ഇപ്പം നമ്മുടെ WLF മഞ്ഞ്, കാട്, കുളിരെന്നൊക്കെ പറയുന്നുണ്ട്. അത് എവിടെയാണത് പോയി മറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച ആ വയനാടിൽ നിന്ന് ഇന്നത്തെ വയനാട്ടിലേക്കുള്ള ഒരു വ്യത്യാസം രേഖപ്പെടുത്തുകയും കൂടിയായിരുന്നു വല്ലിയിലൂടെ ഞാൻ ചെയ്തത്. അതൊരു 2-3 തലമുറകളിലൂടെയുള്ള വയനാടിൻ്റെ ജീവിതവും വയനാടെന്ന് പറയുന്ന ദേശത്തിൻ്റെ ചരിത്രവും എല്ലാം അതിൽ ഒന്നു ചേർന്ന് വന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ വയനാട്ടിൻ്റെ, നമുക്കറിയാം ഇപ്പം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ബേബിച്ചേട്ടനും വത്സല ടീച്ചറും ഒക്കെ രേഖപ്പെടുത്തി വെച്ച വയനാട്, അതിന് അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ചലഞ്ചായിരുന്നു ആ വല്ലി എന്ന നോവൽ എഴുതുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അനുഭവിച്ച വയനാട്, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വീണ ഞാൻ കണ്ടറിഞ്ഞ വയനാട്, തൊട്ടറിഞ്ഞ വയനാട്. മറ്റുള്ളവരൊക്കെ വയനാട്ടിലേക്ക് കുറച്ച് നാൾ, വത്സല ടീച്ചറാണെങ്കിൽ കുറച്ച് നാൾ ഇവിടെ വന്ന് താമസിച്ച് വയനാടിനെ കുറിച്ച് പഠിച്ച് നോവൽ എഴുതിയ ആളാണ്. ബേബിച്ചേട്ടൻ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനവിഭാഗങ്ങളിൽ ഒരാളായി മാറി കഴിഞ്ഞതിന് ശേഷം എഴുതിയ വയനാടൻ നോവലുകളാണ് ഉള്ളത്. എന്നാൽ എൻ്റെ ജനിച്ചു വീണ സമയം മുതൽ ഞാൻ അനുഭവിച്ച തൊട്ടറിഞ്ഞ വയനാടിനെ രേഖപ്പെടുത്താനുള്ള, എന്നെ ഞാനാക്കിയ മനുഷ്യരെ രേഖപ്പെടുത്താനുള്ള, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ രേഖപ്പെടുത്താനുള്ള, അവരുടെ കഥകൾ പറയാനുള്ള ഒരു ശ്രമമായിരുന്നു വല്ലിയിലൂടെ ഞാൻ നടത്തിയത്. ആ ജൈവികമായ ഒരു ഔട്ട്പുട്ടാണ്, അല്ലെങ്കിൽ ഒരു ആഖ്യാനമാണ് വല്ലിയിൽ സംഭവിച്ചത്. ഇപ്പം അതിൽ ഏത് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞാലും നമുക്കറിയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ അന്നൻകുട്ടി അമ്മാമ്മ ഞങ്ങളുടെ അമ്മയാണ് എന്ന് പറയുന്ന ഒരുപാട് വായനക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പാട്ടുപാടുന്ന, അല്ലെങ്കിൽ മേരി ജോൺ തോട്ടത്തിൻ്റെ കവിത ആലപിക്കുന്ന അന്നൻകുട്ടി അമ്മാമ്മ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് കുടിയേറി വന്നതിന് ശേഷം പാട്ടും കഥകളും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വയനാട്ടിലെ ജീവിതം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് കവിതയും പാട്ടും എഴുത്തും എല്ലാം. അപ്പോൾ ഈ വയനാടൻ സാഹിത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദേശത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ജീവിതമാണ് നമ്മുടെ സാഹിത്യം. അപ്പം എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ എഴുതി വെക്കുന്നത് എന്ന് ചിലർ എന്നോട് ചോദിക്കേണ്ടത്, ഇത്ര വിവരിച്ചൊക്കെ പറയേണ്ടത് ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ അത് വല്ലി എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക്
പുറത്തേക്ക് വന്നപ്പോഴാണ് ആ പറയേണ്ടിയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് പരിചിതമായ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള വായനക്കാർക്ക് അപരിചിതമാണ്, സുപരിചിതമല്ല. അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വയനാടൻ ജീവിതം തന്നെ അവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില രേഖകളും ചില ചിത്രണങ്ങളുമാണ് വല്ലിയിൽ വന്നത്. ഇപ്പോൾ വല്ലി എന്നൊരു വാക്ക് ഇപ്പം മലയാള വാക്കല്ലാണ്ടായി മാറി, അത് ഇംഗ്ലീഷ് വാക്കായി മാറി എന്നുള്ള ഒരു സന്തോഷം കൂടി നമ്മുടെ ആ ഒരു പുണ്യമാണ് വയനാടിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് തോന്നുന്നു. ഞാൻ അധികം പറയുന്നില്ല, ബാക്കിയുള്ളവർക്കായി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. താങ്ക് യു മാം. മാം പറഞ്ഞു വെച്ചതുപോലെ വയനാട് എന്ന് പറയുന്ന ഈ ദേശത്തിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുക എന്നുള്ളത് വയനാട്ടിലെ എഴുത്തുകാരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് പലപ്പോഴും ഒരു വയനാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഹാരിസ് നെന്മേനിയുടെ ആണ് ഞാൻ മൈക്ക് കൈമാറുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് മൈക്ക് കൈമാറാം. വയനാട്ടിൽ നിന്നുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇന്നിപ്പോൾ വയനാടിൻ്റെ ആവശ്യകതകളിൽ ഒന്നാണ് ഒരു ഇക്കോ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ഒരു അബോറിജിനൽ ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത്. ന്യൂസിലാൻഡിലൊക്കെ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു അബോറിജിനൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നുണ്ട്. ഗോത്ര സംസ്കൃതിയെ അല്ലെങ്കിൽ പൈതൃകമായിട്ടുള്ള പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ലിറ്ററേച്ചർ. അതോടൊപ്പം തന്നെ ഇക്കോ ലിറ്ററേച്ചർ, ട്രൈബൽ ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന പുതിയ ഒരു സാഹിത്യ ശാഖകളെ ഉൾക്കൊള്ളാൻ വയനാടിൻ്റെ മനസ്സ് പ്രാപ്തമായിട്ടുണ്ടോ? വയനാട്ടിൽ നിന്നുള്ള എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് നമുക്കിതിൽ ഏതൊക്കെ രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക? അതോടൊപ്പം തന്നെ മാജിയെക്കുറിച്ചും കൂടെ 2 വാക്ക് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറെ സന്തോഷം ഇതുപോലൊരു വേദിയിൽ പരിഗണിക്കപ്പെടുന്നതിൽ. സത്യം പറഞ്ഞ സാഹിത്യോത്സവങ്ങളിലൊക്കെ ഒരു അധികൃതരായ ആൾക്കാരാണ് വയനാട്ടിലെ ഞങ്ങൾ എഴുത്തുകാരെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ടൈറ്റിലുകളുടെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കുറവുകൊണ്ടോ ഒന്നുമല്ല, എന്തൊക്കെയോ കാരണങ്ങളാണ്. അപ്പോൾ വയനാട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫെസ്റ്റിവൽ നമ്മളെ കൂടെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ആനന്ദമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജി എന്ന് പറഞ്ഞ നോവലിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് എൻ്റെ 4ാമത്തെ മറ്റോ പുസ്തകമാണ്. ആദ്യത്തെ 2 പുസ്തകങ്ങളാണ് യഥാർത്ഥത്തിൽ വയനാട് പശ്ചാത്തലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങളും പിന്നെ ഒരു ബാല സാഹിത്യമാണ്, അനിമൽ കോൺഫ്ലിക്റ്റ് പശ്ചാത്തലമാവുന്ന. ഇത് രണ്ടുമാണ് കൃത്യമായും വയനാടിനെ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ളത്. ഒന്ന് ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങളിൽ യഥാർത്ഥത്തിൽ പിന്നെ മനുഷ്യർക്ക് ചെടികളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ പേരിടുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നെല്ലിൻ്റെയും അതുപോലെ ജീവികളുടെയൊക്കെ പേരിടുന്ന. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു കഥ. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു വയനാട്ടിലെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങിയ സമയത്ത് എഴുതിയിരുന്നത്. പിന്നീട് എനിക്ക് തോന്നി നമ്മൾ ഈ നാട്ടിൽ നിന്ന് വയനാടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ അംബാസഡർ ആവേണ്ടതുണ്ട്. വലിയൊരു പേഴ്സ്പെക്റ്റീവിലേക്ക് നമ്മുടെ ആലോചന പോകണം എന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പിന്നീട് വന്ന പുസ്തകങ്ങളെല്ലാം അങ്ങനെ പർട്ടിക്കുലർലി വയനാട് സെൻറ്റേഡ് അല്ലാതെ പോയി. ഇപ്പം മാജിയൊക്കെ ലോകത്ത് എവിടെയും സംഭവിക്കാവുന്ന ഒന്നായിട്ട്, ജലമാണ് അതിൻ്റെ മാജി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വാഹിലി ഭാഷയിൽ വെള്ളം എന്നാണ്. അപ്പോൾ വെള്ളവും വെള്ളത്തിൻ്റെ ഒരു വലിയ ലാർജർ സ്കെയിൽ പൊളിറ്റിക്സും വെള്ളക്ഷാമം കൊണ്ട് ലോകത്തൊരു പക്ഷേ ഉണ്ടാവാൻ ഇടയുള്ള യുദ്ധങ്ങളും ഒക്കെ ഇങ്ങനെ, അത് ഒരുപക്ഷെ വയനാടാവാം, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഏതെങ്കിലും സ്ഥലങ്ങളാവാം, ലോകത്ത് ഇറ്റ് ക്യാൻ ബി എനിവെയർ എന്നുള്ള രീതിയിൽ എവിടെയും സംഭവിക്കുക എന്നുള്ള രീതിയിൽ പൂർണ്ണമായും ഇമാജിനേഷനാണ്. അതേസമയം ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന NGO സെക്ടറിൻ്റെ ഭാഗമായിട്ട് നടത്തിയ കുറേയേറെ പഠനങ്ങളും യാത്രകളും ഗവേഷണങ്ങളും ഒക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ നോവല് സംഭവിക്കുന്നത്. പിന്നീട് എന്തുകൊണ്ടോ എനിക്ക് ഒരുപക്ഷെ ഈ സെഷനിൽ അങ്ങനെ ഞാൻ ഇരിക്കാൻ അർഹനാണോ വയനാടിൻ്റെ എഴുത്തിന് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം തോന്നി. പിന്നീട് ഒരിക്കലും വയനാട് മാത്രം ഫോക്കസ് ആവുന്ന ഒരു പുസ്തകവും വന്നില്ല എന്നുള്ളതാണ്. പിന്നീട് DC ബുക്സ് ചെയ്ത 3 പുസ്തകങ്ങൾ, അത് 3ഉം ഒരു വയനാട്ടുകാരൻ ചുരം ഇറങ്ങി ലോകത്തിൻ്റെ നേപ്പാളിലേക്കും ലോകത്തിൻ്റെ യൂറോപ്പ് അടക്കമുള്ള പല ഭാഗങ്ങളിലേക്കും പോകുന്ന യാത്രകളൊക്കെ ഫിക്ഷണൈസ് ചെയ്യുന്നതും ചിലത് യാത്രാ പുസ്തകം തന്നെയായിട്ടും വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങളുടെയും യാത്രകളുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പം അത് വയനാടിൻ്റെ ഒരു അംബാസിഡറായിട്ട് ലോകം മുഴുവൻ പോകുന്നതും അവിടുത്തെ പൊളിറ്റിക്സും നമ്മുടെ ഒരു വികസനത്തിൻ്റെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെയൊക്കെ പരിപ്രേക്ഷ്യം ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നതും ലോകത്തിന് അതിരുകളില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര സങ്കടം തോന്നും. നമ്മൾ പറയാറുണ്ട്, പാകിസ്ഥാനിൽ ജനിച്ച LK അദ്വാനി ആണ് ഇന്ത്യയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നത്. പഞ്ചാബിൽ ജനിച്ച പർവേസ് മുഷാറഫാണ് പാകിസ്ഥാനിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത്. പക്ഷേ ഇത് റാഡ്ക്ലിഫ് ഒരു വരച്ചപ്പോൾ ഈ 2 മനുഷ്യർ അപ്പുറയായതാണ്. അതുപോലെ ആഫ്രിക്ക അങ്ങനെ തന്നെ നമ്മൾ ആഫ്രിക്കയുടെ ഭൂപടം നോക്കുമ്പോൾ ഇങ്ങനെ ചതുരാകാരത്തിലാണ് എല്ലാ രാജ്യങ്ങളുടെയും ഭൂപടം.
ഒട്ടുമിക്ക രാജ്യങ്ങളും ചതുരാകാര. അത് അധിനിവേശക്കാർ അങ്ങനെ അങ്ങ് വരച്ചതാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ലോകത്തിന് ഒരു അതിരുണ്ടാവരുത്, മനുഷ്യർക്കും മാത്രമേ ഈ അതിരുള്ളൂ. ബാക്കി പട്ടിയും പുഴുവും കാറ്റും വായുവും എല്ലാം അതിര് കടന്നു പോകുന്നു. അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾക്കും അവൻ്റെ കൺസേണിനും ഒക്കെ ഇതുപോലെ ഇങ്ങനെ അതിരുകളില്ല. സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിശപ്പിൻ്റെയും ഒക്കെ ഫീൽ എല്ലാ മനുഷ്യർക്കും ഒന്നുപോലെയാണെന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പിന്നീട് ഇങ്ങനെ നാട്ടിൽ നിന്നുള്ള പുറപ്പെട്ട് പോവലായി യാത്രകൾ പരിണമിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും മോഡറേറ്റർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഞാനത് ഒരുപക്ഷെ എന്നോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല, അതൊരു വലിയ ഹെവി വെയിറ്റ് ചോദ്യമാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു എക്സ്പോഷർ വെച്ചിട്ട് കുറച്ച് രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തൊരു എക്സ്പോഷർ വെച്ചിട്ട് മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ വയനാട് ഇപ്പോൾ ഒരു വേറിട്ടൊരു ഭൂമിക തന്നെയാണ്. ഇപ്പോൾ ഷീല ചേച്ചി പറഞ്ഞ പോലെ മഞ്ഞുകാട് ഒക്കെ നമ്മളെ ഈ ആപ്തവാക്യത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വയനാട് സത്യത്തിൽ ഇവിടേക്ക് ഒരു മാർക്കസ് ഒക്കെ ഉണ്ടാവേണ്ടുന്ന പോലത്തെ ഒരു വലിയ ഭൂമികയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം പെക്യൂലിയാരിറ്റീസ് ഉണ്ട്, അത്തരം നരവംശാസ്ത്രപരമായിട്ട് അത്തരം മനുഷ്യർ, അസംഖ്യം തേനുകൾ, അസംഖ്യം കാപ്പിയുടെ ഇനങ്ങൾ, അസംഖ്യം ജൈവവൈവിധ്യങ്ങൾ, സവിശേഷമായ പ്രകൃതി, സവിശേഷമായ കാലാവസ്ഥയൊക്കെയുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു നാട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ഇത്തരത്തിലുള്ളൊരു അവബോധം, ഒരു പ്രകൃതിയും മനുഷ്യനും ഒക്കെ ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ടതാണ് എന്നുള്ളൊരു അവബോധം കൊടുക്കേണ്ട പൈനിയേഴ്സായിട്ട് നിലനിൽക്കാൻ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ കാലം അല്ലെങ്കിൽ ലോകം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും കൂടെ ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. സാറ് പറഞ്ഞു വെച്ചത് ആ ഒരു ഉത്തരവാദിത്വ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എഴുത്തുകൾ ചെയ്തിട്ടുള്ളത് എന്നുകൂടെയാണ്. ആദ്യത്തെ 2 രചനകളും ആ രൂപത്തിലാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബാലൻ സാറ് വയനാട്ടിൽ ഒരുപാട് കാലമായിട്ട് വയനാട്ടിലുള്ള ആളാണ്, ഈവൻ ദോ ഹീസ് നോട്ട് എ പേഴ്സൺ ഫ്രം വയനാട്. അപ്പോൾ എങ്ങനെയായാലും വയനാട്ടിലെ സമ്പന്നമായ ഭൂപ്രകൃതി, നമ്മുടെ അതിസമ്പന്നമായ ഗോത്ര പൈതൃകം, നമ്മുടെ സാംസ്കാരിക ചരിത്രം, ഇതൊക്കെ എപ്പോഴെങ്കിലും എഴുത്തിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എഴുത്തുകളിൽ അത് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ സാർ ഒന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാ നന്ദിയും ഇതിൻ്റെ സംഘാടകരോട് അർപ്പിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഇവിടെ ചോദിച്ച ചോദ്യം എഴുത്തിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ, ഇവിടെയുള്ള ഭൂപ്രകൃതി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജനത, തീർച്ചയായിട്ടും അത് പ്രചോദിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് നദികളാകാൻ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ഒരു നോവലുണ്ടായത്. അപ്പോൾ ഇവിടെയുള്ള ആദിവാസി ജനത അത് അരികവൽക്കരിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ മുമ്പുണ്ടായിരുന്ന ആളുകളും ഇപ്പോൾ അതുപോലെ ഇവിടെ കുടിയേറ്റക്കാരായിട്ടുള്ള വന്നിട്ടുള്ള ആളുകളും എല്ലാം ഇവരെ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതൊരു ജനസാന്ദ്രതയുള്ള ഭാഗത്ത്, ടൗണിൻ്റെ ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിലും ആദിവാസി കോളനികൾ പ്രത്യേകമായിട്ടൊരു ഭാഗത്തേക്ക് ഒതുങ്ങിയിട്ട് മതിൽ കെട്ടിയ രൂപത്തിലേക്ക്, ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ അവരുടെ മതിൽ കെട്ടാൻ പ്രത്യേക ഫണ്ടൊക്കെ ഉണ്ട്. അപ്പം അവരെ പ്രത്യേകമായിട്ടൊരു മതിലിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ആളുകളും അതേ സമയത്ത് ഇവിടേക്ക് കടന്നു വന്ന കുടിയേറ്റക്കാരും അതിന് കാരണമായി, ഘടകമായി തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അവർക്കൊന്നും മാറി നിൽക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് കുറഞ്ഞ ഒരു 10-25 വർഷത്തെ കാലത്തെ വയനാടിൻ്റെ പരിചയം കൊണ്ട് എനിക്കുണ്ടായത്. പിന്നെ അതേസമയത്ത് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഭൂപ്രകൃതി, ഇവിടെ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ചൂരൽമല ദുരന്തങ്ങളൊന്നും അതൊന്നും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെയോ അല്ലെങ്കിൽ മറ്റവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവിടെയുള്ള കാടുകൾ, നമ്മൾ വയനാട്ടിലുള്ള കാടുകൾ ഇപ്പോൾ ഒന്നും ആരും കാട് കയ്യേറുന്നില്ല. പണ്ട് കാലത്തൊക്കെ ഈ കുടിയേറ്റക്കാർ വരുന്ന സമയത്ത് കാട് കംപ്ലീറ്റ് ആയിട്ട് എത്രമാത്രം വെട്ടി ഉണ്ടാക്കാൻ പറ്റും, വെട്ടി ഒതുക്കാൻ പറ്റും, അവിടെയൊക്കെ കൃഷി ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷുകാരെയൊക്കെ തന്നെ അവര് ഒരു ചുറ്റുഭാഗത്തും വെട്ടിയിട്ട് നടുഭാഗത്ത് തീയിടുന്ന രീതിയിലായിരുന്നു കാടിനെ നശിപ്പിച്ചിരുന്നത്. അതൊക്കെ അന്നുണ്ടായിരുന്നു എന്നല്ലാതെ
ഒരു 10-25 വർഷമായിട്ട് വയനാട്ടിലെ കാടുകളൊന്നും നശിക്കപ്പെടുന്നില്ല. കാരണം വയനാട്ടിലെ കാടുകളൊക്കെ പ്രത്യേകമായിട്ട് ജണ്ടയിട്ട് വേർതിരിച്ച് സംരക്ഷിക്കപ്പെടുന്നതാണ്. ഇപ്പൊ കാട് കയ്യേറുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തമായിട്ടാണ് എൻ്റെ പക്ഷത്തുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഗോത്ര ജീവിതങ്ങളെ നമ്മൾ നന്നായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വയനാട്ടിലെ നമ്മളെല്ലാ എഴുത്തുകാരൊക്കെ വയനാട് ആദിവാസികളെ കുറിച്ച് ഘോരം എഴുതി പ്രസിദ്ധരായ ആളുകളാണ്. പക്ഷെ അവരൊക്കെ ഇവിടെ നിന്ന് വംശമറ്റു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്നും അതിൽ കൂടുതലായിട്ട് നമ്മളെ പുറം ആയിട്ടുള്ള നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനൊരിക്കലും വിസ്മരിക്കപ്പെടാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാം. സാറിന്റെ കൃതികളെ കുറിച്ച് കൂടെ ഒന്ന് പ്രേക്ഷകരുമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വയനാടിനെ കുറിച്ച്, വയനാട്ടിലെ ആദിവാസി ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ഇവിടെയുള്ള മറ്റ് ജീവിതങ്ങളെക്കുറിച്ചും രണ്ടാളുകളെയും കേന്ദ്രീകരിച്ചിട്ടാണ് ഞാൻ ഈ നദികളാകാൻ ക്ഷണിക്കുന്നു എന്നുള്ള നോവൽ എഴുതിയിട്ടുള്ളത്. അതുകൂടാതെ ഞാനൊരു വളരെ കാലങ്ങളായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തുടങ്ങിയ ആളാണ്. പക്ഷെ ഞാൻ കൂടുതലൊന്നും എഴുതിയിട്ടില്ല. 97 ആദ്യം എൻ്റെ ഒരു കഥാസമാരം വരുന്നത്. പെൻഗ്വിനുകൾ പറന്നു വരുന്നു എന്ന് പറയുന്ന 97 10-27 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കളക്ഷൻ അന്ന് ഇറങ്ങിയത്. മൾബറിയിലെ ഷെൽവി ഉൾപ്പെടുന്ന ആളുകളാണ് ആ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ നദികളാകാൻ ക്ഷണിക്കുന്നു പറയുന്ന നോവല്, എക്സിമോ ഇരപിടിക്കുന്ന വിധം എന്ന് പറയുന്ന നോവല് എഴുതിയത്. അത് മാതൃഭൂമിയായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിപാദിച്ച നദികളാകാൻ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന നോവല് വയനാട്ടിലെ ഗോത്രജീവിതത്തെക്കുറിച്ച് എഴുതിയത്. അതും മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അവസാനം എഴുതിയിട്ടുള്ള ആസിഡ് ഫ്രെയിംസ് അത് DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അത് വിഖ്യാത ശാസ്ത്രകാരനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫ്, അത് കുട്ടികൾക്കും അതുപോലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമായിട്ട് ലളിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന നോവലാണ് ആസിഡ് ഫ്രെയിംസ്. ഇത്ര കുറഞ്ഞ പുസ്തകങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ദീർഘകാലമായിട്ട് ഞാൻ സാഹിത്യവുമായി ബന്ധമുള്ള ആള് എന്ന നിലയിൽ കുറഞ്ഞ പുസ്തകങ്ങളെ എഴുതിയിട്ടുള്ളൂ. ഇത്രയാണ്. ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് അടുത്തതായി സംസാരിക്കാനുള്ളത് പ്രിയപ്പെട്ട ജോസ് പാഴുക്കാരനാണ്. അദ്ദേഹവും ബേസിക്കലി വയനാട്ടുകാരനല്ലെങ്കിൽ പോലും വയനാട്ടിലെത്തി വയനാടൻ ജീവിതത്തെ അതിൻ്റെതായ സത്തയിൽ ഉൾക്കൊണ്ടുകൊണ്ട് എഴുത്തുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. ചാവുകര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം നിങ്ങളുടെ വായനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ആളുകൾ അത് വായിച്ചിട്ടുണ്ടാവാനിടയുണ്ട്. സോ സാർ, വയനാട്ടിലെ പുറത്തു നിന്ന് വയനാട്ടിലേക്ക് വന്നു, വയനാടിനെ മനസ്സിലാക്കി വയനാടിനെ ഉൾക്കൊണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് വയനാട്ടിലെ ഗോത്രജീവിതം, വയനാട്ടിലെ നമ്മൾ നേരത്തെ പറഞ്ഞ സമ്പന്നമായ നമ്മുടെ പാരമ്പര്യം, ഇതൊക്കെ സാറിൻ്റെ എഴുത്തുകളിൽ കടന്നു വന്നിട്ടുണ്ടോ? അതിനെ ഒരു മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ സാറിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ വളരെ പതുക്കെ സംസാരിക്കുള്ളൂ, അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു പുറത്തുനിന്നൊരു എഴുത്തുകാരൊന്നും അല്ല കേട്ടോ, ഞാൻ അകത്തുതന്നെയുള്ള ആളാണ്. ഞാൻ 1972 മുതൽ ഇവിടെ താമസിക്കുന്ന ആളാണ്. പിന്നെ പുറത്തേക്ക് പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. വയനാട്ടിലെ എഴുത്തുകാരൻ തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാടെന്ന് പറയുന്ന ഒരു എഴുത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും വയനാട്. ആർക്കും എങ്ങനെ എഴുതാൻ പറ്റുന്ന, കാരണം വെച്ചാൽ ഒരുപാട് ഭാഷകളെ, സംസ്കാരങ്ങളെ, അതുകൊണ്ട് തന്നെ ആദിവാസി വിഭാഗങ്ങളെ, കർഷകരെ, ഇവരുടെ എല്ലാം കഥകൾ ശരിക്കും എഴുതാൻ വലിയ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു നാടാണ് വയനാടെന്ന് പറയുന്നത്. അപ്പോൾ ആ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള നാടിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ P. വത്സലയും അതുപോലെ SK പൊറ്റക്കാടും പിന്നെ വല്ലിയൊക്കെ വന്നിട്ടുള്ളത് അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കൃതികൾ ധാരാളം വരാനുണ്ട്, തുടങ്ങിയിട്ടില്ല. കൃതികൾ ധാരാളം വരാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് 2007 മുതലാണ് ശരിക്കും എഴുത്തിലേക്ക് വന്നിട്ട്. 2007 മുതൽ. അപ്പോൾ 2007 എന്ന് പറയുന്നത് 10, 16, 17 വർഷമായിട്ടുള്ളൂ ഞാൻ എഴുത്തിലേക്ക് വന്നിട്ട്. ഇപ്പോൾ അതിനോടൊക്കെ തന്നെ 10ഓളം പുസ്തകങ്ങളായി.
അതിൽ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ചാവുകരയാണ്. പിന്നീട് അരിവാൾ ജീവിതം, വയനാട്ടിലെ സിക്കിൾ സെൽ അനീമിയ രോഗികളെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള അരിവാൾ ജീവിതം. പിന്നീട് കറുത്ത പൊരികൾ ജനിക്കുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വയനാട്ടിലെ പണിയ വിഭാഗത്തിൻ്റെ ഭൂമി കൈയായിട്ടാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ബുദ്ധൻ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞ നോവലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 നോവൽ എഴുതിയിട്ടുണ്ട് ഇതുവരെയായിട്ടും. അപ്പം ഈ കറുത്ത പൊരികൾ എന്ന് പറയുന്ന നോവൽ പബ്ലിഷ് ചെയ്തേക്കുന്ന DC ബുക്സാണ്. പിന്നെ അരിവാൾ ജീവിതം ഗ്രീൻ ബുക്സ്, അങ്ങനെയുള്ള പിന്നെ പുസ്തകങ്ങൾ എൻ്റെ മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് പോയിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ട്, തമിഴിലേക്ക് പോയിട്ടുണ്ട്, ഹിന്ദിയിലേക്ക് വന്നിട്ടുണ്ട്, ബംഗാളി ഭാഷയിലേക്കൊക്കെ എൻ്റെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു നോവലിൻ്റെ ഒരു ചെറിയ പണിത്തിരക്കലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എഴുത്തിൻ്റെ കാലവും മൊത്തം മാറിയിട്ടുണ്ട്. എഴുത്തിൻ്റെ രചനകളുടെ കാലം മാറിയിട്ടുണ്ട്. പഴയ ആ സമ്പ്രദായത്തിൽ നിന്ന് പുതിയ സമ്പ്രദായത്തിലേക്ക് എഴുത്തിൻ്റെ രീതി വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം അതിന് തെളിവാണ്. ഇപ്പം വ്യത്യസ്തമായിട്ട് ഉള്ള എഴുത്തുകളാണ് ഇപ്പോൾ വരുന്നത്. അതായത് വാങ്ങി വായിക്കുന്നതും എന്താ പറയുന്നത്, അല്ലാതെ വായിക്കുന്നതും, വായിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതും അല്ലാതെ അങ്ങനെ 2 വ്യത്യാസങ്ങളുണ്ട്. വാങ്ങി വായിക്കുക എന്ന് പറയുന്നത് പുസ്തകം ഇഷ്ടപ്പെട്ട ഒരാൾ മേടിക്കുന്നതാണ്, അല്ലേ? ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക. വാങ്ങി വായിക്കുക എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത്, കേരളത്തിൽ ഒരുപാട് മേളകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ദിവസം വിറ്റ് പോകും. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം ഇത്തരത്തിൽ വന്ന ഒരു പുസ്തകമല്ല. അതിനെ ആൾക്കാർ കണ്ടറിഞ്ഞ് മേടിക്കുന്ന നിലയിലേക്കാണ് പോയേക്കുന്നത്. അതുകൊണ്ട് ധാരാളം കോപ്പി വിറ്റാനും കാരണം അതാണ്. അപ്പം അത്തരത്തിലുള്ള എഴുത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ എഴുത്തും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു നോവൽ രചനയിലാണ് ഇപ്പോൾ ഉള്ളത്. നോവലിൻ്റെ പേര് നിർമ്മിത പുരുഷൻ എന്നാണ്. ന്യൂയോർക്കിലാണ് അതിൻ്റെ കഥ നടക്കുക. കേരളത്തിലല്ല, വയനാട്ടിലല്ല, ന്യൂയോർക്കിലാണ് എൻ്റെ കഥ. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ചിലരെ പറയും, പിന്നെ നിൽക്കുന്ന ഇടത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നിൽക്കുന്ന ഇടം എഴുത്തിൻ്റെ ഒരു വേദിയാകണമെന്ന് സാറിന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ തന്നെയാണ് ഞാൻ നോവൽ മുമ്പ് ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ബീഹാർ പശ്ചാത്തലമാക്കി ബുദ്ധൻ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞ നോവൽ ചെയ്തു. ഞാൻ 2014 മുതൽ ബീഹാറിൽ അവിടെ സ്കൂളിൽ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ 3-4 വർഷം അവിടെ നിന്നതിന് പരമായിട്ട് ഈ ബുദ്ധൻ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബീഹാറിലെ മനുഷ്യരും അവരുടെ ജീവിതവും അവരുടെ ജാതി വ്യവസ്ഥയെല്ലാം മനസ്സിലാക്കി അപ്പോൾ ഒരു നോവലിന് പറ്റിയ ഒരു സംഭവം എന്ന് കരുതിയിട്ട് അങ്ങനെ നോവൽ എഴുതിയിട്ടുണ്ട്. അതാണ് ബുദ്ധൻ ചിരിക്കുന്നില്ല. അതിന് 2018 പൂർണ്ണ ഉറൂബ് നോവൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കറുത്ത പൊരികൾ ജനിക്കുന്ന പുസ്തകം പറഞ്ഞ OV വിജയൻ അവാർഡ്. പിന്നെ അരിവാൾ ജീവിതത്തിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾക്കെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് 8ഓളം പുസ്തകങ്ങളുണ്ട്. ചാവുകര, അരിവാൾ ജീവിതം, കറുത്ത പൊരികൾ ജനിക്കുന്നത്, ബുദ്ധൻ ചിരിക്കുന്നില്ല, പിന്നെ പൂച്ച ഇര പിടിക്കുന്ന കഥകൾ കേട്ടോ, ഈരയുടെ പ്രസവ ലൈവ് ഷോ, ഇത്തരത്തിലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. പൊതുവെ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാംസിന് പുറത്ത് ഔട്ട്സൈഡിൽ പോകാറില്ലെന്നുള്ളതാണ്. ഒരു 5-6 വർഷമായിട്ട് പബ്ലിക് പ്രോഗ്രാമിനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ വയനാട്ടിൽ തന്നെ കിടന്ന് കറങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് കൂടുതലും നിങ്ങൾക്ക് എൻ്റെ പുസ്തകങ്ങൾ അറിയാൻ പറ്റാതെ. എനിക്കറിയാം നിങ്ങളിൽ പലരും പുസ്തകം വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ 2015 കൂടിയിട്ട് ആ പുസ്തകത്തിൻ്റെയൊക്കെ ഏകദേശം അതിൻ്റെ പബ്ലിക്കേഷൻ നിന്ന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയങ്ങളിൽ ഞാൻ ബീഹാറിലേക്ക് പോയിരുന്ന ആ സമയത്താണ്. ആ സമയത്ത് ബീഹാറിലേക്ക് പോയതുകൊണ്ട് ഇവിടെ മലയാളത്തിലെ എഴുത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഒരു പ്രശ്നമായത്. അപ്പോൾ എന്താണെങ്കിലും വീണ്ടും സജീവമായിട്ട് എഴുത്തിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുക്കുന്ന നിലയിലാണ് നിർമ്മിത പുരുഷൻ ചെയ്യുന്നത്. എല്ലാവരും പുസ്തകം വായിക്കണം. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തിരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നമുക്ക് കൂടെയുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ മനോജ് പട്ടേറ്റ്. നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് എഴുതുന്ന, അതിലുപരി ഒരു പൊതുപ്രവർത്തകൻ കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദിനസരികൾ ഭൂരിഭാഗം ആളുകളും വായിക്കാറുണ്ട്. ഇപ്പം കാണുന്നില്ല, ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനസരികൾ സ്ഥിരമായിട്ട് വായിക്കുക. അപ്പോൾ ആലോചിക്കാറുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ 4-5 പേജ് എഴുതാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനസരികൾ. അതിലുപരി വടക്കേ വയനാട്ടിലെ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. വയനാട് എഴുത്തും ദേശവും എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു രാഷ്ട്രീയ വായന വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർ പ്ലീസ്. ഈ കൂട്ടത്തിൽ എഴുതാത്ത ഒരാൾ ഞാൻ തന്നെയായിരിക്കും. ഞാനുണ്ട്. പുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. വായന കൊണ്ട് നടക്കാറുണ്ട്.
സുധീർ മാഷൊക്കെയുള്ള വേദിയിൽ ഇങ്ങനെ ഇരിക്കാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. തീരെ അപ്രതീക്ഷിതവുമാണ് ആ സാന്നിധ്യം. അതിനൊരു നന്ദിയുണ്ട് സർ. ഇവിടെ വയനാടിൻ്റെ വിഷയങ്ങളെ സോഷ്യോ എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വലിയ തോതിൽ പുസ്തകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഷീല ടോമിയെ പോലെയുള്ള ഒരാളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഷീല ടോമി കാലം തെളിയിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് മുൻപേ പോയ ആളുകൾ അവരുടെ പുസ്തകങ്ങളെ ചർച്ചയ്ക്കെടുത്താൽ പേരിന് 2-3 പുസ്തകങ്ങൾ പറയാം. ഒരു വിഷകന്യക, അല്ലെങ്കിൽ ഒരു മാവേലി മന്ത്രം, അല്ലെങ്കിൽ ഒരു നെല്ല്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം, ഇവരൊന്നും, ഈ എഴുത്തുകാരെ ഒന്നും തന്നെ വയനാട്ടിൽ ജനിച്ച വയനാട്ടിൽ എഴുത്തുകാരല്ല എന്നതാണ് വസ്തുത. വയനാടിനു വേണ്ടി എഴുതിയ ആളുകളായിരുന്നു അവർ. എസ്.കെ. പൊറ്റക്കാടാണെങ്കിലും വത്സല ടീച്ചറാണെങ്കിലും ഇങ്ങേയറ്റം നമ്മുടെ സ്വന്തം ബേബിയേട്ടനാണെങ്കിൽ പോലും, ബേബിയേട്ടൻ 20 വയസ്സായപ്പോഴാണ് വയനാട്ടിലേക്ക് വരുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ടെയിനിൻ്റെ ഒരു തിയറി ഉണ്ട്, റേസ് മിലിയു മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. സാഹിത്യം ഉണ്ടായി വരുന്നത് താൻ ജീവിച്ചു പോരുന്ന പരിതോവസ്ഥകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ നിന്നാണെന്ന് ടെയിൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ജനിച്ച് വയനാടിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്ന ആളുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു മഹത്തായ കൃതി എക്കാലത്തേക്കും വേണ്ടി ഉണ്ടാവാത്തത് എന്ന ചോദ്യം എന്നെ അമ്പരിപ്പിക്കുന്നതാണ്. ഇവിടെ വിഷയങ്ങളില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെ നാളേക്ക് കൂടി നിലനിൽക്കുന്ന വിധത്തിൽ അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാനും എന്തുകൊണ്ടാണ് നമ്മുടെ എഴുത്തുകാരെ കഴിയാതെ പോകുന്നത്? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ എഴുത്തുകാരെ സംബന്ധിച്ച് ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു ഭാവുകത്വം അതിൽ അഭിരമിക്കുന്നവരാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ആഴത്തിലേക്ക് ഇറങ്ങാതെ തങ്ങളൊക്കെ എഴുത്തുകാരാണെന്ന് മേനി നടിക്കാൻ, ഞാൻ വളരെ നെഗറ്റീവ് സെൻസിൽ തന്നെ പറയുകയാണ്, തങ്ങൾ എഴുത്തുകാരാണെന്ന് മേനി നടിക്കാൻ വേണ്ടി എഴുതുന്ന എഴുത്തുകാർ അവർ വയനാടിൻ്റെ എഴുത്ത് മുഖമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപജയമാണ് ഈ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വിഷകന്യക വയനാടിനെ തന്നെ ഒരു വിഷകന്യകയായി കണ്ടു. വയനാട് തന്നെ ഒരു വിഷകന്യകയായിട്ടാണ് അത് വന്നിട്ടുള്ളത്. നെല്ലിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം മറ്റൊരു വേദിയാണ്, കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മാവേലി മന്ത്രമാവട്ടെ, മാവേലി മന്ത്രം വയനാട്ടിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ മാറ്റണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അത് സ്വപ്നം കണ്ടത് മറ്റൊരു മാവേലി കാലത്തെയായിരുന്നു. അവർ മാവേലിക്കാലത്ത് സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു പലായന സ്വഭാവം കാണിച്ച ഒരു കൃതിയാണ് മാവേലി മന്ത്രം എന്ന് പറയുന്നത്. വളരെ മികച്ച കൃതിയാണ്. ഇതിലൊന്നും ഈ പറഞ്ഞ കൃതികളൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ്, എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് വയനാട്ടിൽ നിന്ന് ഇതുപോലെ കാലത്തെ അതിജീവിക്കാൻ സാധ്യതയുള്ള കൃതികളൊന്നും ഇതുവരെ ഉണ്ടാവാത്തത് എന്ന ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കണം. മറ്റൊരു പ്രധാന പ്രശ്നം, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയാണ്. നമ്മുടെ കോളനികളെ പറ്റി നമ്മുടെ എഴുത്തുകാരൊക്കെയും വളരെ ഭംഗിയായി പറയാറുണ്ട്. കോളനികളിലെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ, ജീവിത രീതികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ എഴുത്തുകാരുടെ ഭാഗത്തു നിന്ന് ഈ കോളനികളെ ഇല്ലാതാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. എനിക്ക് മുൻപേ സൂചിപ്പിച്ചതുപോലെ കോളനികളിലെത്തി അവിടെ നിൽക്കുകയാണ്, കോളനികളിലെ വിഷയങ്ങളിലേക്ക് എത്തി അവിടെ നിൽക്കുകയാണ്. മറിച്ച് ഈ കോളനികളെ തന്നെ പൊളിച്ചു കളയേണ്ടതാണ്, ഒരു അപകോളനീകരണം വയനാട്ടിൽ നടത്തേണ്ടതാണ് എന്നൊരു അഭിപ്രായം എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള സംശയം എനിക്കുണ്ട്. അതിൻ്റെ അകത്ത് പൊളിറ്റിക്കലായിട്ട് പല കാരണങ്ങളും ഉണ്ടാവാം, അത് നമുക്ക് മനസ്സിലാവും. കോളനികളെ പറ്റി പറയുമ്പം വളരെ രസകരമായ ഒരു കാര്യം, എല്ലാവരും ഭാവനാപരമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അയ്യോ, അവരുടെ വർഗപരമായ ശേഷിപ്പുകൾ, അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. ആ ജീവിതത്തെ നമ്മൾ കുടഞ്ഞ് പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ഇന്ന് കാണുന്ന ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന അതേ ജീവിതം തന്നെ നമ്മൾ തുടർന്ന് പോന്നിരുന്നുവെങ്കിൽ നമ്മളും ഇന്ന് ഇതുപോലെയൊക്കെ തന്നെ ആവുമായിരുന്നു. അപ്പോൾ ഈ ആദിവാസി ജനതയെ അവരുടെ സംസ്കാരത്തിൻ്റെ പേരിൽ, അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ, ജീവിത രീതികളുടെ പേരിൽ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നൊരു അഭിപ്രായം എനിക്കില്ല.
അതുകൊണ്ട് ഈ കോളനികളെ ഇങ്ങനെ ഭാവനാത്മകമായി സമീപിക്കാതെ അവരുടെ വിഷയങ്ങളെ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് മുഖ്യധാരയിൽ ലയിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ വയനാട്ടിലെ എഴുത്തുകാർ ഈ വിഷയത്തെ കൂടി കണക്കിലെടുക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് എഴുത്തിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ, ഇപ്പം ഇഷ്ടംപോലെ കവികളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കവികളോട് മതിപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ആത്മാർത്ഥത തന്നെ പറയാം. നിങ്ങളോട് ആരോടും എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ വിരോധങ്ങളൊന്നുമില്ല. നിങ്ങളുടെ എഴുത്തിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ, വയനാട്ടിൽ അവൻ ജീവിക്കുന്ന കാലത്തിനപ്പുറത്തേക്ക് ജീവിക്കുന്ന കവികൾ എത്ര പേരുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൊരു സംഭവം നടന്നു. ഒരു ഡോക്ടർ വരികയാണ്. ആ ഡോക്ടറെ ചുറ്റിപ്പറ്റി കുറേ ആളുകൾ ഇങ്ങനെ വലിയ തോതിൽ മെസ്സേജുകളൊക്കെ അയച്ച് അദ്ദേഹം എന്തോ വലിയ തരത്തിലുള്ള ആളാണെന്നുള്ള ഒരു പ്രചാരണം ഉണ്ടാക്കുകയാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഡോക്ടർ നഗരത്തിലാകപ്പാടെ ഫേമസ് ആയി മാറുകയാണ്. എല്ലാ ചികിത്സയ്ക്കും അദ്ദേഹത്തിൻ്റെ, എല്ലാ രോഗത്തിനും അദ്ദേഹത്തിൻ്റെ ചികിത്സയുണ്ട്, ഉത്തരമുണ്ട്. ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ കവിക്കൂട്ടങ്ങളുടെ കാര്യം. അവര് കുറെ പറ്റങ്ങളെ ഉണ്ടാക്കുകയാണ്. പറ്റങ്ങൾ പരസ്പരം തലോടി വർത്തമാനകാലത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന ചില ജീവിതങ്ങളായിട്ട് നമ്മുടെ കവികൾ പരിതാപകരമായ ജീവിതമാണ് നയിക്കുന്നത്. അപ്പം അത് അങ്ങനെ പോയാൽ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുകയാണ്, ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല, കളിയാക്കുകയല്ല, നിങ്ങളെ അപകീർത്തിപ്പെടുത്തുകയല്ല. എൻ്റെ വിമർശനത്തിൻ്റെ കാമ്പ് മനസ്സിലാക്കണം, ഇൻസൾട്ടിങ് അല്ല. മറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള കൃതികൾ നമുക്കുണ്ടാവണം. നമ്മൾ ഇത്ര വലിയ പാപികളല്ല. വയനാട്ടിലെ പൊതുസമൂഹം, വായനാ സമൂഹം എന്ന് പറയുന്നത് ഇത്ര വലിയ പാപികളല്ല എന്നൊരു ബോധം ഈ എഴുത്തുകാർക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ വയനാട് നേരിടുന്ന പ്രശ്നങ്ങൾ, വയനാട് നേരിടുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അഭിവാദ്യം ചെയ്യാനും നിങ്ങൾ കഴിയണം. അതിനോടൊപ്പം വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം തന്ന WLF-നോട് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക. താങ്ക് യു സർ. നമ്മുടെ സമയം ഒരു 10 മിനിറ്റ് കൂടെ സമയം നമുക്കുണ്ട്. അപ്പോൾ മനോജ് പറഞ്ഞു വെച്ചെടുത്ത് നിന്ന് നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വലിയ വിമർശനങ്ങളിലൊന്ന്, വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ, രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളൊന്നും എഴുത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ആഴത്തിലേക്ക് നമ്മുടെ എഴുത്തുകൾ എത്തിച്ചേരുന്നില്ല, വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിന് കാരണമായി തീരുന്ന രൂപത്തിലുള്ള എഴുത്തുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ ചെറിയൊരു റെഫറൻസ് ഉള്ളത് ചിനു അച്ചബേയുടെയൊക്കെ തിങ്സ് ഫോൾ അപ്പാർട്ട്, ന്യൂസിലാൻഡിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള അബോറിജിനൽ ലിറ്ററേച്ചർ, ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് ഒരു നന്ദി കുറിക്കാൻ വയനാട്ടിലെ എഴുത്തുകാർക്ക് ഒരു ശ്രമം നടത്തിക്കൂടെ എന്നുള്ളത് കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മാം ഒന്ന് അതിൽ ഒരു അഭിപ്രായം പറയുക. ആദ്യം തന്നെ മനോജ് സാറിൻ്റെ അഭിപ്രായത്തെ പോസിറ്റീവായി തന്നെ കാണുന്നു. അപ്പം പ്രിയപ്പെട്ട കവികളും അങ്ങനെ തന്നെ എടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ തീക്ഷ്ണമായ രാഷ്ട്രീയം പറയുന്ന, അല്ലെങ്കിൽ വയനാടിൻ്റെ പ്രശ്നങ്ങൾ ഉപരിപ്ലവമായി കാണുന്ന രചനകളെ ഉണ്ടാവുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അങ്ങനെ ഉപരിപ്ലവമായ ഒരു രചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിഷകന്യകയാണ്. യഥാർത്ഥത്തിൽ ഉള്ള വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ചിത്രമായിരുന്നില്ല വിഷകന്യകയിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതിനെപ്പറ്റി ഇപ്പോൾ വലിയ ചർച്ചയ്ക്കും വലിയ വിശദീകരണത്തിനും സമയമില്ലാത്തതുകൊണ്ട് പറയാണ്. പിന്നെ നെല്ലിലെ ആദിവാസികളുടെ നമ്മുടെ ഒരു വളരെ ശോചനീയമായ ഒരവസ്ഥ ചിത്രീകരിക്കാൻ കഴിഞ്ഞു. എങ്ങനെ ഈ കോളനികൾ പൊളിച്ചെടുക്കാമെന്ന് വത്സല ടീച്ചർ പറഞ്ഞില്ലെങ്കിലും പൊളിച്ചെടുക്കണമെന്നുള്ളൊരാഗ്രഹം വയനാട്ടിലെ ജനതയിൽ ഉണ്ടാക്കാൻ. കാരണം ഇതൊരു ഫിക്ഷനാണ്. ഇതിൽ നമ്മൾ ഉള്ള ചരിത്രവും സൊല്യൂഷനും എല്ലാം പറയണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് വന്നത്. ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയിലൂടെ നമ്മൾ മറ്റുള്ളൊരു ജനത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനോട് നമ്മൾ താതാത്മ്യപ്പെട്ട് അവൻ്റെ വേദനകൾ നമ്മളുടേതാക്കി മാറ്റി ഈ വേദനകൾ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ വായിക്കുന്നവനെ പ്രേരിപ്പിക്കാനുള്ളതാണ്. അല്ലാതെ ഇതൊരു എന്താ പറയുക, വയനാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം എഴുതി അതിൻ്റെ പരിഹാരം എഴുതണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിന് നമ്മൾ ലേഖനങ്ങളും സൈദ്ധാന്തികമായ പഠനങ്ങൾ നടത്തുന്നവരൊക്കെ ഉണ്ട് അതിനുവേണ്ടി. ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സാഹിത്യത്തിൻ്റെ മറ്റൊരു ശാഖയാണ്. പിന്നെ കെ ജെ ബേച്ചച്ചൻ്റെ മാവേലി മன்றത്തെക്കുറിച്ച് പറഞ്ഞു.
തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലത്തിൻ്റെ ചിത്രണമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മാവേലിക്കാലം തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു പ്രതീക്ഷ മറ്റൊരു ആളെപ്പോലെയും നമ്മുടെ മനസ്സിൽ, അത് അന്ന് തന്നെ ഒരുപാട് ദളിത് സൈദ്ധാന്തികരാൽ ചോദ്യം ചെയ്യപ്പെട്ട കൃതിയാണ് മാവേലി മന്ത്രം, അല്ലാതെ മുഴുവൻ തലോടലം ഏറ്റുവാങ്ങിയ കൃതിയല്ല. പിന്നെ അതിനുശേഷം വന്ന ഇപ്പം ബാലൻ്റെ കൃതി, ഇവർ പറഞ്ഞ കൃതികളൊക്കെ നമ്മുടെ വയനാടിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നദികളാകാൻ ക്ഷണിക്കുന്നു എന്ന കൃതിയിലും അല്ലെങ്കിൽ അരിവാൾ ജീവിതങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് വയനാടിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്ന്. എല്ലാ പ്രശ്നങ്ങളും നമുക്കൊരു കൃതിയിൽ എഴുതാൻ പറ്റും. അപ്പം എനിക്ക് അങ്ങനെ സ്ട്രോങ് അല്ലാത്ത കൃതികളാണ് വയനാട്ടിലെ എഴുത്തുകാർ എഴുതുന്നത് എന്ന് പറയുന്നത് പുറം ലോകത്തോടുള്ളൊരു, ഇപ്പോൾ തന്നെ നമ്മളോട് മതിപ്പില്ലാത്ത ലോകത്തിന് ഒന്നുകൂടി മതിപ്പില്ലാതാക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നമ്മളൊക്കെ എന്താ പറയുക, തീക്ഷ്ണമായ അല്ലെങ്കിൽ സാഹിത്യ ഗുണമുള്ള എന്നും അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊക്കെ ഇന്ന് എഴുതി ഇന്ന് അവസാനിക്കുന്ന കൃതികളല്ലാതെ നാളെയും ഇങ്ങനെയുള്ള ഒരു വയനാടിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കവിത പിറന്നിരുന്നു എന്ന് ഒരു 10-50 വർഷത്തിന് ശേഷം ആളുകൾ, വായിക്കുന്ന ആളുകളും പറയാൻ രീതിയിലുള്ള രചനകൾ നടത്താൻ കെൽപ്പുള്ളവരായിട്ട് നമ്മൾ മാറണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അത് നടക്കും തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞു വല്ലി തെളിയിക്കപ്പെടേണ്ടതാണ്, തെളിയിക്കും. താങ്ക് യു മാം. നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഗോത്രജന വിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ താളെന്ന് പറയുന്നത് അവരുടെ സംഘജീവിതമാണ്, ഒന്നായിട്ട് ചേർന്നിട്ടുള്ള ജീവിതം. അപ്പോൾ ആ സംഘജീവിതം ഒരു പരിധിവരെ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിൽ അവരെ തളച്ചിടുന്നു എന്നുള്ളത് കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ ഹാരി സാറിനോടാണ് ഒരു ചോദ്യം. എഴുത്തുകാർക്കാണോ രാഷ്ട്രീയക്കാർക്കാണോ കൂടുതൽ ഉത്തരവാദിത്വം? അവരെ ആ ഒരു വേലിക്കെട്ടിനുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എഴുത്തുകാർക്കാണോ രാഷ്ട്രീയക്കാരുൾപ്പെടുന്ന പൊതുപ്രവർത്തകർക്കാണോ? ഒന്നുകൂടി പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മളെ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള അവരുടേതായ രചനകൾ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഗോത്ര കവിതകളുടെ ആലാപനവും എല്ലാം ഒരുപാട് നല്ല, ഇപ്പോൾ സുകുമാരൻ ചാലികദ്ദയൊക്കെ നന്നായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. അവരുടെ കഥകളും കവിതകളും എല്ലാം വരുന്നുണ്ട്, നോവലുകൾ വരെ വന്നു കഴിഞ്ഞു. അതിനെപ്പറ്റി നമ്മൾ അധികം സങ്കടപ്പെടേണ്ടതില്ല, ഇനി അവരുടെ കാലമാണ്. കാരണം വയനാടൻ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു കുടിയേറ്റ സാഹിത്യമോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി സാഹിത്യമോ അല്ലെങ്കിൽ ദളിത് സാഹിത്യമോ അങ്ങനെ വേർതിരിച്ച് നിർത്താൻ കഴിയാത്ത വിധം ഇഴചേർന്ന് കിടക്കുന്ന സാഹിത്യമാണ്. അതിൽ നിന്ന് എല്ലാ തരത്തിലുള്ള രചനകളും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഹരി സർ, പൊളിറ്റീഷ്യൻസ് ഓർ റൈറ്റേഴ്സ്? മനോജ് സാറിൻ്റെ വിമർശനം ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ 4 പേര് പുസ്തകങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ, 4 പേരുടെയും കൂടെ ചേർന്നിട്ട് ഏതാണ്ട് 45ഓളം ടൈറ്റിൽ വന്നിട്ടുണ്ടാവും. ഞാനിത് എല്ലാവരുടെയും വായിച്ചിട്ടുണ്ട്, എൻ്റെ ഞാൻ സ്വാഭാവികമായും വായിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ജോസേട്ടൻ്റെയൊക്കെ പുസ്തകമുണ്ട്, അരിവാൾ ജീവിതം എന്നൊക്കെ പറയുന്നത്. മലയാളം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അവർക്ക് എത്ര പേരത് വായിച്ചിട്ടെന്ന് അറിയില്ല. അരിവാൾ ജീവികൾ, രോഗബാധിതരുടെ ലൈഫ് അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. 2 എഡിഷൻ വന്നു. ഒന്ന് ആദ്യം എനിക്ക് ഒന്ന് കൈരളിയും പിന്നീട് ഗ്രീനും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഈ രോഗവും അതുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരെയും ഒരു ലൈഫ് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്യുമെൻ്റ് ചെയ്യാണ്. അതിന് പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് TD രാമകൃഷ്ണൻ്റെ കൂടെയാണ് അദ്ദേഹം പങ്കിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വർക്ക് ശരിക്കും വയനാടിനെ എന്താ പറയുക ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ബാലൻ്റെ തന്നെ 3-4 വർക്കുള്ളതിൽ ഒന്ന് പർട്ടിക്കുലർലി വയനാടിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്തും ഈ ആദിവാസി ജീവിതം തന്നെ പ്രമേയവൽക്കരിക്കുന്നു. ഷീല ചേച്ചിയുടെ നമ്മൾ ഓഫ് കോഴ്സ് വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇപ്പോൾ വേദിയിൽ ഇല്ലാത്ത ആളുകൾ ഒക്കെ വയനാടിനെ കുറിച്ച് എഴുതിയത്, യഥാർത്ഥത്തിൽ ഇവരൊക്കെ വയനാടിൻ്റെ അംബാസഡർമാരായിട്ട് വയനാടിൻ്റെ വിഷയങ്ങളെ പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒക്കെ കാലത്തെ പോസിറ്റീവായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ കാലത്തെ ഇത് അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു കാലത്തിൻ്റെ ഡോക്യുമെൻറ്റേഷനായിട്ട് ഇത് ഉയർന്നു നിൽക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ്. ബാക്കി ഉള്ളത് കാലം തെളിയിക്കില്ല, തീർച്ചയായും തെളിയിക്കുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് അക്കാര്യത്തിലുണ്ട്. പിന്നെ ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഹാരിസ് നെന്മേനി എന്ന് പറഞ്ഞ പേരിൻ്റെ 2ാമത്തെ ഭാഗം നെന്മേനി എന്ന് പറയുന്നത് ഇത് ജാതി ശ്രേണിയിൽ എവിടെ വരും എന്നതാണ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും കേരളത്തിന് പുറത്ത് എവിടെ പോകുമ്പോഴും നേരിടുന്ന ഉണ്ട്. ഉത്തരേന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പരിപാടികൾക്കോ എന്തിനൊക്കെ പോകുമ്പോൾ നെന്മേനി എന്ന് പറയുന്ന ജാതി ശ്രേണിയിൽ മേലെയാണോ താഴെയാണോ എന്ന് അറിയാൻ വേണ്ടി അവരിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് എൻ്റെ ഒരു ദേശത്തിൻ്റെ പേരാണ് ഈ വാല് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ഈ വയനാടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യം, എൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോളനികളായിട്ട് നിലനിൽക്കേണ്ടതില്ല. മനുഷ്യർ എല്ലാവരും എന്താ പറയുക
പുറത്തേക്ക് വരികയും നമ്മൾ ലോകം എവിടെയെല്ലാം വികസിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം വിശാലമായിട്ടുണ്ടോ, ആ മനുഷ്യരുടെ ആകാശം പ്രവിശാലമായിട്ടുണ്ടോ, അവിടെയെല്ലാം മനുഷ്യർ സംസ്കാരങ്ങളുമായിട്ട് കൂടിച്ചേരുകയും കൈമാറുകയും ഇന്ററാക്ഷൻ നടക്കുകയും ചെയ്തെടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോളനികൾ ഇപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. ഞാനും ബാലനൊക്കെ സർക്കാർ ജീവനക്കാരാണ്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഉന്നതി എന്ന് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാങ്കേതികമായിട്ട്. പക്ഷേ നമ്മൾ എഴുത്തിൽ ഇപ്പം എൻ്റെ അവസാനം വരാനുള്ള ഒരു പുസ്തകത്തിൽ പോലും 27 ഇടത്ത് കോളനി എന്ന് എഴുതിയത് DC ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അവർ അത് അണ്ടർലൈൻ ചെയ്ത് അയച്ചു, ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ സാങ്കേതികമായിട്ടത് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ സംസ്കാരങ്ങൾ കൂടിച്ചേരുകയും മനുഷ്യൻ പുതിയ തുറസ്സിലേക്ക് വരികയും വേണം. അങ്ങനെയാണ് ലോകത്ത് സംസ്കാരങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ എഴുത്തുകാർക്കുള്ള റോളുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ടേംസ് നിർണ്ണയിക്കുന്നതിനപ്പുറം ഇതിനെ വളരെ ഡെലിബറേറ്റ് ആയിട്ട് മനുഷ്യരെ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ, മറ്റ് ബാരിയേഴ്സിനപ്പുറത്തേക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നതിൽ ഭരണകൂടങ്ങൾക്കും പങ്കുണ്ട്. അങ്ങനെ സംഭവിക്കുന്നു. മനോജ് ബ്രോ പറഞ്ഞതുപോലെ അങ്ങനെ കോളനികളായി നിലനിൽക്കേണ്ടതല്ല ലോകത്തെ ഒരു ജനതയും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ സാർ, നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പം ഞാൻ കോളനി എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. അത് ഇംഗ്ലീഷ് വാക്കാണ്. തത്തുല്യമായി ഉന്നതി എന്ന് ഉപയോഗിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശമുള്ളത്. അതിൻ്റെ മാനവികതയൊക്കെ എനിക്ക് മനസ്സിലാവും. ഉന്നതി എന്ന വാക്ക്, കോളനി എന്ന വാക്ക് മാറ്റി അതിനെ ഉന്നതി എന്ന് പ്രയോഗിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന മാനവികതയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ കോളനിയുടെ ഭൗതിക അടിത്തറ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റാതെ പേര് മാറ്റിയാൽ എത്രമാത്രം അത് ആ ജനതയ്ക്ക് ഉപകാരപ്പെടുമെന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം പേര് മാറ്റി കളിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയാണ്. ഞാൻ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നു, അത് എൻ്റെ അവകാശമാണ്. അതിൽ സർക്കാരെന്നല്ല ആരും തന്നെ ഇന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതും നിർദ്ദേശത്തിനും മാനിക്കുകയുമില്ല. രണ്ടാമത്തേത്, കോളനിയെ അപകോളനീകരണം നടത്തണമെന്ന് പറയുമ്പം നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ അവരങ്ങനെ ജീവിച്ചു പോന്നവരാണ് എന്നൊരു പൊതുപതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ചർച്ച കൈകാര്യം ചെയ്യുക തുടക്കം മുതൽ. അങ്ങനെയായിരുന്നു നമ്മളെല്ലാം ഒരു കാലത്ത്. ഈ കാണുന്ന മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് കാലം മുതലാണെങ്കിലും നമ്മൾ ഇതുപോലെ കോളനികളായിട്ടൊക്കെ തന്നെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ സാമൂഹിക ചുറ്റുപാടുകൾ മാറി, സാമ്പത്തിക പരിഷ്കരണങ്ങൾ വന്നു, നമ്മുടെ മാനവിക ബോധം കൂടി, നമ്മൾ എന്ത് ചെയ്തു, കോളനികളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇപ്പം നമ്മൾ ഇതുപോലെയുള്ള ആളുകളായി മാറിയിരിക്കുന്നു, സമൂഹമായി മാറിയിരിക്കുന്നു. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം കോളനികളായി തന്നെ നിലനിൽക്കണം. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, അവരുടെ സംസ്കാരത്തിൻ്റെ പേരിലാണെങ്കിലും, അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും, അവരുടെ മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും അവരെ കോളനികളായി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമായ ചിന്താഗതിയാണ്. ആദിവാസികൾക്ക് പോലും അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട അവസരം കൂടിയാണ് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു സാർ. നമ്മുടെ സമയം അവസാനിച്ചത് കൊണ്ട് ഇനിയും ഇന്ന് വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇവിടെ അതിൻ്റെ മരുന്നിട്ട് കഴിഞ്ഞു. ബാക്കി നമുക്ക് പിന്നീട് ഒരിക്കലാവാമെന്ന് കരുതുകയാണ്. സദസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചോദിക്കാനുള്ളൊരു 2 മിനിറ്റ് സമയം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ്. ഞാൻ വിപിൻ, ഞാൻ വയനാട്ടുകാരൻ തന്നെയാണ്. ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചത്. അപ്പം വയനാട്ടുകാരനായിട്ട് ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് എൻ്റെ ഒരു ജെന്യുവൻ കൺഫ്യൂഷനാണ്. അതൊരു ലിറ്റററി പെർസ്പെക്റ്റീവ് ആവും, ചിലപ്പോൾ ഒരു ഹിസ്റ്റോറിക്കലും ആവാം. ഈ വയനാടിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാവരും അത് ഈ ഗോത്രപരമായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് പറയുന്നത്, ട്രൈബൽ ഐഡൻറ്റിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പം അതുമാത്രമല്ല വയനാടിൻ്റെ ഒരു കുടിയേറ്റത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അപ്പം നമ്മൾ ഈ വയനാടിൻ്റെ ഐഡൻറ്റിറ്റി, ട്രൂ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അത് പ്യുവർലി ഈ ട്രൈബൽ ആയിട്ടുള്ള ഒന്നാണോ, അതോ അതെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ലൈക്ക് അത് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എന്നുള്ളത്. ഇവിടെ ഹാരിസ് മോഡറേറ്റർ നേരത്തെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ സോഷ്യൽ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയക്കാരനാണോ ഇടപെടേണ്ടത് അതോ എഴുത്തുകാരാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. സത്യം പറഞ്ഞാൽ ചോദ്യം തന്നെ അസ്ഥാനത്താണ്.
അങ്ങനെ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഉത്തരം പറയാൻ ഒരു സാഹചര്യം നിലവിലില്ല. ഈ കൊടുക്കൽ വാങ്ങലുകൾ, ഈ ആദാന പ്രദാനങ്ങൾ സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരന്മാരുമായിട്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സാമൂഹിക പരിവർത്തനത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ആര് ലീഡ് ചെയ്യണമെന്നുള്ളതല്ല. ഇപ്പം എഴുത്തുകാർ ഉണ്ടാക്കി വയ്ക്കുന്ന സാംസ്കാരിക പരിസരത്തിൽ നിന്നുണ്ടാകുന്ന നിയമങ്ങൾ, അതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ, ഇതൊക്കെയും പൊളിറ്റീഷ്യൻസ് നടത്തും. ഇങ്ങനെ ഈ ആദാന പ്രദാനങ്ങൾ നടന്നേ ഒരു സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് വയനാടിനെ പറ്റി ചോദിച്ചാൽ, ഇപ്പോഴും നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ല ഇവിടെ നമ്മളെ കാണുന്നത് എന്തോ ഒരു വല്ലാത്ത മേഖലയിൽ നിന്ന് വന്ന ആളുകളായിട്ടാണ്. പൊതുവെ വയനാടിനെ പറ്റി അങ്ങനെ ഒരു കാഴ്ചപ്പാട് വയനാടിന് പുറത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇനിയും മാറ്റിയെടുക്കേണ്ടതുമായിട്ടുണ്ട്. ഇത് കേവലം വളരെ അപരിഷ്കൃതമായി ഇപ്പോഴും നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ ജീവിക്കുന്നതെന്ന് വളരെ അതിശയോക്തിപരമായ ചോദ്യങ്ങളെ നമുക്ക് നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്തോ ഒരു 1000-2000 കൊല്ലം മുമ്പ് ജീവിക്കുന്ന കാട്ടുമനുഷ്യർ ആണ് എന്നൊരു ധാരണ ഇപ്പോഴും പുറത്ത് കുറച്ചൊക്കെ ഉണ്ട്. അത്രയധികം വയനാടിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ആ ചോദ്യം തെറ്റല്ല. പക്ഷേ ആ ചോദ്യം തെറ്റല്ല. ആ ചോദ്യം ഉന്നയിക്കുന്ന ആശയം പുറത്ത് നന്നായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിലൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു, ഞാൻ ആ ചോദ്യം ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഒരു റൂട്ടഡ് ഫിക്ഷൻ്റെ ഒരു ലിറ്റററി പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊരു ജനതയെ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അങ്ങനെ ഒരു ചരിത്രം റെപ്രസെൻ്റ് ചെയ്യുമ്പം ആ ചരിത്രം എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഹിസ്റ്ററി മാത്രമാണോ? മറ്റുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മളത് വയനാടിനെ ആസ് എ റൈറ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വയനാടിന് നമ്മളെങ്ങനെ, വയനാടിൻ്റെ ഒരു ട്രൂ ഐഡൻറ്റിറ്റി നമ്മൾ ഏത് രീതിയിൽ അടയാളപ്പെടുന്നുള്ളതാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അത് മേ ബി ഒരു ലിറ്റററി ഇതിന് എഴുത്തുകാരായിട്ടുള്ള ആളുകൾ മറുപടി പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഒരു കാര്യം കൂടി പറയാം. വയനാട് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടണി പരുവത്തിലുള്ള സാധനമാണ്. ഈ കുടിയേറ്റ പ്രദേശമായതുകൊണ്ട് തന്നെ നാടിൻ്റെ തിരുവിതാംകൂറിൽ നിന്ന് ആ കുടിയേറ്റത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന് ഒക്കെ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് കുടിയേറി വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവായി ഇതാണ് വയനാട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അതിൻ്റെ സാഹിത്യം എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം സാഹിത്യവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ചോദ്യമല്ല, ചില സംശയമാണ്. ഞാനിങ്ങനെ വിചാരിക്കാം, മാർക്കേസ് എങ്ങാനും വയനാട്ടിൽ ജനിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ അനേക വർഷങ്ങളായിട്ട് ഈ ആദിവാസിയുടെ ചൂണ്ടവരലിന് വേണ്ടി കടിപിടി കൂടുന്ന രാഷ്ട്രീയക്കാർ ഇവിടെയുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഹാരിസും ഷീലയും ബാലനും ജോസും ഒക്കെ ഈ പണി നിർത്തിയിട്ട് നാളെ മുതൽ കോളനിയെ ഒന്ന് പുനരുദ്ധീകരിക്കാൻ പോകുമായിരിക്കും നല്ലത്. വയനാട്ടിലെ കവികളൊക്കെ വായടച്ചിരിക്കുകയാണ്, അവരവിടെ ഇരിക്കട്ടെ. എന്ന് പറഞ്ഞോട്ടെ, എനിക്ക് നേരിട്ട് മനോജിനോട് തന്നെ ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ? ആദ്യം കവികളെ കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യം ഇന്ന കാര്യം കൊണ്ടാണ് പറയുന്നത്, അവരുടെ കവിതയ്ക്ക് ഇത്ര കണ്ട് പ്രാപ്തിയില്ല എന്ന് വ്യക്തമാക്കാനുള്ള സ്പേസ് തനിക്കുണ്ട്. ആ സ്പേസ് താൻ വിനിയോഗിക്കണം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ ഇറങ്ങിയ അവസ്ഥയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ വായനാ നിലവാരം എന്തും ആയിക്കൊള്ളട്ടെ, നമ്മുടെ വായനാ നിലവാരം എത്ര ഉന്നതമായാലും നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു ചെറു സമൂഹത്തെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ആ ചെറു സമൂഹത്തെ മൊത്തം തുടച്ചു മാറ്റിക്കൊണ്ട് അവരൊന്നുമല്ല എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു പുരോഗമനമുള്ള ചർച്ച മുന്നോട്ട് പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ എനിക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മനോജിൻ്റെ ഒരു നോവല് ഖണ്ഡശ വന്നിരുന്നു ഫേസ്ബുക്കിൽ. അത് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊന്ന് പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചതിനൊരു മാതൃക കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നന്ദി. അനിയേട്ടൻ്റെയും ഷാജി മാഷിൻ്റെയും കുത്ത് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഗൗരവം അങ്ങനെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് മറുപടി പറയാം. നമ്മുടെ കവികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപരിപ്ലവത നന്നായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ എഴുത്തുകൾ വായിച്ചതിൽ നിന്ന് തന്നെയാണ്. ഈ വാട്സാപ്പ് കവികൾ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള കവികൾ അല്ലാത്ത ആളുകളുണ്ട് കേട്ടോ, ഞാൻ അടക്കി പറയുകയല്ല ചെയ്യുന്നത്, ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവ കണ്ടെത്തുന്ന സാമൂഹിക സാഹചര്യങ്ങൾ അത് എത്രമാത്രം സംവാദനക്ഷമമാണ് എന്നത് സംശയാസ്പദമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പം നോക്കൂ,
രാമായണത്തിൽ നിന്നൊരു രംഗം. അതിനെ ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് നമ്മുടെ ഇക്കാലത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. രാമായണം ഏതോ പഴയ കാലത്ത് എഴുതപ്പെട്ട എന്തോ ഒരു കൃതി. ഒരു ചെറിയ സാഹചര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു 4 വരി എഴുതുകയാണ്. ഇല്ല മണ്ഡോദരി, നീ എൻ്റെ ജീവിത വല്ലകി മീട്ടും മഹാറാണിയെങ്കിലും. ഇല്ല മണ്ഡോദരി, നീ എൻ്റെ ജീവിത വല്ലകി മീട്ടും മഹാറാണിയെങ്കിലും. സീതയാണെൻ്റെ മരണം, അവളെ ഞാൻ പാതിയിൽ വിട്ടുകൊടുക്കുന്നതെങ്ങനെ. സിമ്പിൾ 4 വരിയാണ്. ഒരു സാഹചര്യം മനസ്സിൽ കാണുകയാണ്. മണ്ഡോദരി ചിലപ്പം സീതയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ ആവിഷ്കരിച്ചത് ഏത് കാലത്തോടും സംവദിക്കുന്ന രീതിയിലല്ലേ ആണ്. അതുകൊണ്ടാണ് ആ കവിത, ആ 4 വരികൾ വളരെ ശക്തമായ ഒരു ആവിഷ്കാരമായി നിലനിൽക്കുന്നത്. അതുപോലെ ഏതോ ഒരു നിമിഷത്തെ ഉണ്ടായിരിക്കുമോ നിന്റെ മനസ്സിലും നമ്മൾ ഒന്നിക്കാതെ പോയൊരാ ജീവിതം. ഇല്ലാതിരിക്കട്ടെ നിൻ കണ്ണിൽ നിന്ന് എൻ്റെ വെന്ത നിഴലിനെ പിൻവലിക്കുന്നു ഞാൻ. ഒരു സാഹചര്യമാണ്, ഒരു പ്രണയ പരാജയത്തിന്റെ സാഹചര്യം. ഇതൊക്കെയും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ബസ് ഇടിച്ച് മരിച്ചവൻ്റെ കീശയിൽ നിന്ന് പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ് എന്ന് അയ്യപ്പൻ എഴുതുമ്പം ഒരു വേദന മുഴുവൻ നമ്മൾ അയാളുടെ ഒപ്പം നിന്ന് അനുഭവിക്കുകയാണ്. ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ കവികൾ ആശയങ്ങൾ കണ്ടെത്തുമ്പോൾ ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് എന്ന വളരെ സർഗാത്മകമായ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. 20 വർഷമാണെങ്കിലും 40 വർഷമാണെങ്കിലും അല്ല, ഞാനങ്ങനെ ഒരു അല്ലട്ടാ, ഞാനങ്ങനെ തർക്കത്തിനില്ല. 20 വർഷമാണെങ്കിലും 40 വർഷമാണെങ്കിലും നിലനിൽക്കുന്ന സാഹിത്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ വിഷകന്യകയെ പറ്റി ആദ്യം പറഞ്ഞു. വയനാടിനെ തന്നെ വിഷകന്യകയാക്കി മാറ്റിയ ഒരു സാഹചര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, എനിക്ക് മനസ്സിലാവുന്ന ഒരു പ്രശ്നമുള്ളത്, ഇവിടെ കവികളും എഴുത്തുകാരുമൊക്കെ നല്ല നിലയിൽ ഉള്ളതുകൊണ്ട് ഈ ആക്രമണോത്സുകമായ ചോദ്യങ്ങൾ ആവർത്തിക്കുമെന്നുള്ളത് കൊണ്ടും പരമാവധി അത് കുറയ്ക്കണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. എൻ്റെ ചോദ്യം ഹാരിസ് നെന്മിനിയോടെയാണ്. ഹാരിസ് നെന്മിനിയുടെ ഒരുവിധപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മികച്ച എഴുത്തുകാരനാണ്. അദ്ദേഹം വയനാട്ടുകാരനാണ്. വയനാട്ടിൽ നിന്ന് അദ്ദേഹം ഒരു ലോക നോവലെന്ന് വിശേഷിപ്പിക്കാവുന്ന മാജി എഴുതിയ ആളാണ്. പക്ഷേ അദ്ദേഹം വയനാടിനെ പറ്റി ഒന്നും എഴുതി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കുഴപ്പമായിരിക്കാം, എൻ്റെ വായനയുടെ തകരാറായിരിക്കാം. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം ദേശത്തെപ്പറ്റി എഴുതാത്തത്? സിയോഫ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആദ്യത്തെ 2 വയനാട് തന്നെ ആയിരുന്നു. ഒന്ന് ഭൂമിയാൾ നടക്കുന്നതിലെ വൈഷമ്യങ്ങളും പിന്നെ ഒരു ബാലസാഹിത്യം പൊൻകുഴിക്കാട്ടിലെ വിശേഷങ്ങൾ പൂർണ്ണമായും വയനാടായിരുന്നു. പിന്നീടാണ് നിങ്ങളൊക്കെ ഓടിക്കുന്ന തീവണ്ടികൾ കയറി നമ്മൾ വയനാട്ടുകാർ പുറത്തേക്ക് അതിപ്പോൾ വയനാടാണ് പശ്ചാത്തലം. അപ്പോൾ ഇത് 2 ഗതികളാണ്. പിന്നീടാണ് നമ്മളങ്ങനെ പുറത്തേക്ക് നമ്മുടെ ഒരു പരിപ്രേക്ഷ്യം നീട്ടിയത്. തീർച്ചയായും സിയാഫിൻ്റെ ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു പുസ്തകം വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും വയനാടാണ്. അടുത്ത പുസ്തകം, എൻ്റെ 15ാമത്തെ ടൈറ്റിൽ DC ബുക്സിലൂടെ വരും. അത് എല്ലാ തരത്തിലും നമ്മളിവിടെ പ്രതിപാദിച്ച വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വയനാട് ആണ്. അപ്പോൾ അത് വരാനുള്ളൊരു പുസ്തകമായതുകൊണ്ട് അതിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല. എന്തായാലും ഈ വിമർശനത്തെ ഞാൻ വളരെ സതുദ്ദേശം ഉൾക്കൊള്ളുന്ന തുടക്കത്തിൽ ഞാൻ പറയുകയും ചെയ്തു, ഈ സെഷനിൽ ഞാൻ ആ അർത്ഥത്തിൽ ഇരിക്കാൻ അർഹനാണോ എന്ന ആശങ്കയോടെയാണ് മോഡറേറ്ററോട് ഞാൻ തുടക്കത്തിലെ പറയുകയും ചെയ്തിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ചോദ്യമല്ല, നമ്മുടെ മനോജ് പട്ടേട്ട് പറഞ്ഞതുപോലെ തന്നെ അതിൽ തീർച്ചയായിട്ടും അതിലൊരു ഒരു വസ്തുതയുണ്ട്. എഴുത്തുകാരൊക്കെ പലപ്പോഴും അവരവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ഇടങ്ങളിലേക്ക് ചുരുങ്ങി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഇപ്പോഴൊക്കെ. ഇപ്പോൾ പൊതുവെ എല്ലാവരും നമ്മുടെ അത് വയനാട്ടിലെ എഴുത്തുകാർ എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ എഴുത്തുകാരും ഏറെക്കുറെ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ടാണ് കാണുന്നത്. എങ്കിൽ പോലും അവർ വളരെ കൃത്യമായിട്ട് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ കൃതികൾ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. നമ്മുടെ അരിവാൾ ജീവിതം എഴുതിയിട്ടുണ്ട്. ജോസ് പഴുക്കാരൻ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അതിൽ പക്ഷേ അവരുടെ ജീവിതം അടയാളപ്പെടുന്ന അല്ലാതെ ഒരു എഴുത്തുകാരൻ അവർക്ക് മരുന്ന് കൊണ്ടേ കൊടുക്കുന്ന പണിയൊന്നും അല്ല അവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും, അല്ലേ? അവർക്ക് അതിനുള്ള മറ്റു സംവിധാനം, അതൊക്കെ ഗവൺമെൻറ് അത് ശ്രദ്ധയപ്പെടുത്തുക, ഒരു എഴുത്തിലൂടെ ശ്രദ്ധയപ്പെടുത്തുക എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഒരു എഴുത്തുകാർ തീർച്ചയായിട്ടും ചെയ്യുന്നത്. അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ഭരണാധികാരികളോ അതുപോലെ മറ്റാളുകളൊക്കെയാണ്. അതുപോലെ തന്നെ
ഈ കോളനി വൽക്കരണം പേര് മാറ്റി ഉന്നതി എന്നാക്കുന്നത് ഗണപതി വട്ടം മാറ്റി അല്ല എന്താ മറ്റേ ബത്തേരി മാറ്റി ഗണപതി വട്ടം ആക്കുന്ന എന്താ വ്യത്യാസം അല്ലേ? പക്ഷേ അതിന് എന്ത് മാറ്റം ഉണ്ടാകണം, എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളെ ചോദ്യങ്ങൾ നേരത്തെ മനോജ് തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വയനാട്ടിലെ എഴുത്തുകാർ പലരും വയനാട്ടിൽ വളരെ മനോഹരമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങൾ, വല്ലി പിന്നെ നദികളാകാൻ ക്ഷണിക്കുന്നു, ഇതുപോലത്തെ വളരെ മനോഹരമായ എല്ലാ പുസ്തകങ്ങളും ഇതുപോലെ തന്നെ വയനാട് ആദിവാസി കോളനി മാത്രം എഴുതിയാൽ മതിയെന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നും അങ്ങനെയാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാം എഴുതണ്ടേ? ആസ് ഡിഫറൻസ് വളരെ മനോഹരമായ ഒരു ഒരു വർക്കല്ലേ അദ്ദേഹം. അത് എഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് എഴുത്തുകാരൻ്റെ നിലക്ക് അദ്ദേഹത്തിന് ഏത് വർക്കും ചെയ്യാനുള്ള വളരെ മനോഹരമായുള്ള ഒരു സാധ്യതകളും അവസരങ്ങളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മനോജ് പട്ടേട്ടിൻ്റെ എഴുത്തുകാരൻ, ഞാൻ എഴുതുന്നു എന്ന നിലക്ക് അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന എന്നുള്ള ആളെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ വളരെ പോസിറ്റീവായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നമ്മുടെ പാനൽ ഡിസ്കഷൻ നമ്മൾ റാപ്പപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്ത ആളുകളൊക്കെ വയനാടിൻ്റെ എഴുത്തും ദേശവും എന്നുള്ളതിനെക്കുറിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചവരാണ്. നമുക്ക് വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് പൂർത്തിയാക്കാനാവാത്ത ഒരു ചർച്ചയായി അത് പരിണമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ചർച്ചയെ സജീവമാക്കിയ മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ഡിസ്കഷനിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾക്കും സ്നേഹപൂർവ്വം WLF നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ.